ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എന്താ വെച്ചാൽ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ തുടക്കത്തിലുള്ള സമയമുണ്ടല്ലോ, ഈ തുടക്കത്തിലുള്ള സമയത്ത് പലതരത്തിലുള്ള ഫാൻറ്റസികൾ, പലതരത്തിലുള്ള ഉത്തേജന കാര്യങ്ങൾ, ഫാൻറ്റസി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഉത്തേജന കാര്യങ്ങൾ. ഫാൻറ്റസി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഫാൻറ്റസി കയറി വരുന്നുണ്ട്. ഇത് ഫാൻറ്റസി അല്ല, ഉത്തേജനമായിട്ടുള്ള മാർഗങ്ങൾ. അപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ പലതരത്തിലുള്ള ഉത്തേജന മാർഗങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവർ ആസ്വദിക്കുന്നുണ്ട് പല രീതിയിലും. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. അതുപോലെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് സൈക്കോളജിക്കലായിട്ടുള്ള അതുപോലെ സെക്സ് പരമായിട്ടുള്ള പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യുന്നൊരു ചാനലാണ്. ഓക്കെ. അപ്പോൾ സ്ത്രീയും പുരുഷനും പല രീതിയിലാണ് ഈ ഉത്തേജിപ്പിക്കുന്നത്. ഇത് ശരിക്കും 100% മാനസികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ് കേട്ടോ, ഈ ഉത്തേജന ഫാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് പലരും ആരോടും അങ്ങനെ അത്ര തുറന്ന് പറയാറൊന്നുമില്ല. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്നൊന്നും അടുത്ത കൂട്ടുകാർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. അതാണ് സത്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒക്കെ ഉത്തേജനം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വസ്ത്രം. അതൊരു പ്രധാന ഘടകമാണ്. എന്ന് വെച്ചാൽ ചില വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ചില വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർക്ക് ഒരു ഉത്തേജനം കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ ചില പുരുഷന്മാർക്ക് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മൂഡ് ഉണ്ടാകാറുണ്ട്. അത് കാണുന്നതാണ് അവർക്ക് കൂടുതൽ ഉത്തേജനം തരുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ പൂർണ്ണ നഗ്നയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളിലും ഒരു കൂടുതൽ ഉത്തേജനം അവർക്ക് കിട്ടുന്നത് ഒരു പാൻറ്റീസ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഈ പാൻറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും പുരുഷന് ഉത്തേജനം കൂട്ടുന്ന ഒരു കാര്യമാണ്, സ്ത്രീയുടെ പാൻറ്റീസ്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഇടയ്ക്കൊരു ലേഡി പറഞ്ഞാണ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് ഇത് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി മിഡി ഇട്ടുകൊണ്ടിരിക്കണം. മിഡിയും ടോപ്പും ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ നല്ലവണ്ണം ഒരുങ്ങിയൊക്കെ നല്ല മിഡിയും ടോപ്പും ഇട്ടുകൊണ്ടിരുന്നിട്ട്, പക്ഷേ ഒരു പ്രത്യേക രീതി വേണം ഇരിക്കാൻ. ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഭയങ്കര മൂഡാണെന്ന് അത് കാണുമ്പോൾ. എന്ന് വെച്ചാൽ പ്രത്യേക രീതി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് തന്നെ, ആ പാൻറ്റീസ് കാണുന്ന രീതിയിൽ പുള്ളിക്കാരി ഇരിക്കുമ്പം ഭയങ്കര ഒരു മൂഡാണ്. അത് കഴിഞ്ഞാൽ പുള്ളിക്ക് അപ്പം മൂഡായി കഴിഞ്ഞു. അപ്പം ലിബിഡോ നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മൂഡാക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഹസ്ബൻഡും വൈഫും അറിഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് മാറും. അതുപോലെ ചില പുരുഷന്മാർ പറയാറുണ്ട്, അവർക്ക് ഈ സെറ്റ് സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ, മുല്ലപ്പൂവൊക്കെ വെച്ചിങ്ങനെ സെറ്റ് സാരി ഉടുത്ത് നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉത്തേജനം വരാറുണ്ട്. അതുപോലെ മിഡിയും ടോപ്പും ഇട്ടുകൊണ്ട് നിൽക്കുന്നവരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എന്ന് വെച്ചാൽ അവരെ കാണാൻ വലിയ രസമൊന്നുമില്ലെങ്കിലും ഈ വസ്ത്രം, ആ പുരുഷന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോൾ അവർക്കൊരു സെക്സി ലുക്ക് ഉണ്ടാവും. അപ്പം അത് സ്ത്രീയും മനസ്സിലാക്കി പെരുമാറണം. അതുപോലെ ചിലർക്ക് സംസാരത്തിൽ കൂടിയാണ് ഉത്തേജനം വരുന്നത്. എന്ന് വെച്ചാൽ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അത് കുറച്ച് കൂടുതലായിട്ടും വളരെ വളരെ പേഴ്സണലായിട്ടും ഇങ്ങനെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ലൈംഗികപരമായിട്ടൊക്കെ. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും ചില വേർഡ്സുകളൊക്കെ ലൈംഗികപരമായിട്ട് യൂസ് ചെയ്യുന്നത്, അതൊക്കെ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടമാണ്. ചില സ്ത്രീകൾക്ക് ഇപ്പം നമ്മൾ ഈ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് അവർ പറയാറുണ്ട്, ചില സാഹചര്യത്തിലൊക്കെ അത് വളരെ ഇഷ്ടമാണ്, ഒരു ഉത്തേജന മാർഗമായിട്ട് അവർക്ക് തോന്നാറുണ്ട്. കഴിഞ്ഞ മാസം ഇതുപോലൊരു സ്ത്രീ എന്നോട് കൗൺസിലിങ്ങിനിടയ്ക്ക് പറഞ്ഞാണ്, അവർക്ക് ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് ഉത്തേജനം നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ചെവിക്കകത്തോട്ട് ഈ സെക്സ് പരമായിട്ടുള്ള ഈ തെറി ഉണ്ടല്ലോ, ആ തെറി പച്ചയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതാണ് അവർക്ക് ഇഷ്ടമെന്ന്. എന്ന് വെച്ചാൽ പക്ഷേ ഒരു കാര്യമുണ്ട്, അവർക്ക് പകൽ സമയത്ത് ഇത് കേൾക്കുന്നതോ പറയുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. പുറമേ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യമേ ഇഷ്ടമല്ലാത്ത വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ അവർക്ക് ഈ സമയത്ത് മാത്രം അവരുടെ ചെവിക്കകത്തോട്ട് ഇങ്ങനെ പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ടൊരു ഉത്തേജനം കിട്ടുന്ന ഫാക്റ്റാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്.
ചിലരുടെ ഉത്തേജന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് ബാറിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക, വളരെ സെക്സി ആയിട്ട് നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക, അതാണ് അവരുടെ ഉത്തേജന മാർഗം. എന്നാൽ ചിലർക്കെന്ന് പറഞ്ഞാൽ ഈ സെക്സ് ചെയ്യുന്ന ദിവസം ചില സ്ത്രീകൾക്കാണ് കൂടുതലും അത് സെക്സ് ചെയ്യുന്ന ദിവസം കൂടുതൽ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അവരങ്ങനെ പോയി ഇങ്ങനെ പോയി പലരെ പറ്റി ഇങ്ങനെ സെക്സ് പരമായിട്ടൊക്കെ പറയുന്നത്, അങ്ങനെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് സെക്സ് പരമായിട്ടുള്ള ഗോസിപ്പുകൾ പറയുന്നത് ഉത്തേജന മാർഗമായിട്ട് കാണുന്ന സ്ത്രീകളുണ്ട്. പിന്നെ ചില പുരുഷന്മാർക്കെന്ന് പറഞ്ഞാൽ ഈ മദ്യം കഴിക്കുന്നതിന് കൂടി ലഹരി ഉപയോഗിക്കുന്നതിനകത്തൂടെ ഈ ലൈംഗികപരമായിട്ട് ഉത്തേജനം തേടുന്നവരുണ്ട്. പക്ഷേ അതിനകത്ത് സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് സെക്സിനെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് പെട്ടെന്ന് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം കുറച്ച് ദിവസം മദ്യം കഴിച്ചിട്ടാണ് സെക്സ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് സെക്സ് ചെയ്യണമെങ്കിൽ മദ്യം വേണം. അല്ലെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്തിട്ടാണ് സെക്സ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ സെക്സ് ചെയ്യുന്നതിന് സമയത്ത് സ്മോക്ക് ചെയ്യുന്ന നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ അത് ഹാബിറ്റ് ആകാനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ടെൻഡൻസി മനസ്സിന് കൂടുതലായിട്ട് വരും. അപ്പോൾ ഒരു 3-4 ദിവസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എപ്പം നിങ്ങൾക്ക് സെക്സ് ചെയ്യണമെങ്കിൽ പിന്നെ സ്മോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കണം, ആ ഒരു രീതിയിലോട്ട് വരും. അതാണ് ഈ ഒരു സമയത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, എന്താണോ ചെയ്യുന്നത് അതൊരു ശീലമായിട്ട് മാറാനായിട്ട് പെട്ടെന്ന് മൈൻഡ് ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും മറ്റൊരാൾക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള ഉത്തേജന മാർഗം വേണം ഈ സെക്സിനകത്ത് സ്വീകരിക്കാൻ. അതുപോലെ തന്നെ ചിലർക്ക് ഈ ഫാൻറ്റസി കൂടിയാണ് കൂടുതൽ ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം കിട്ടുന്നത്. അപ്പം ഈ സമയത്ത് ഫാൻറ്റസി കാണുന്നു. അപ്പോൾ അവർ ഏത് ഫാൻറ്റസിയാണ് കാണുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, കൂടെയുള്ളവർക്ക് പോലും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ സെക്സിനകത്ത് ഫാൻറ്റസി കാണുന്ന ഒരു തെറ്റല്ല. എപ്പോഴും സെക്സിനകത്ത് ഫാൻറ്റസി കാണുമ്പോഴാണ് കുറച്ചുകൂടെ അതിനൊരു വളരെ രസകരമായിട്ടുള്ള അനുഭവമായിട്ട് മാറ്റാൻ പറ്റുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഫാൻറ്റസി എന്ന് പറയുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഇവിടെ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ സെക്സിനകത്ത് ഒരുപാട് ഫാൻറ്റസികളുണ്ട്. പക്ഷേ ഈ ഫാൻറ്റസിയൊക്കെ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് അങ്ങ് യാഥാർത്ഥ്യമാക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഫാൻറ്റസിക്കകത്ത് അശ്ലീലം എന്ന് പറയുന്ന സാധനമില്ല. ഏത് ഫാൻറ്റസി ആർക്ക് വേണേലും എങ്ങനെ വേണേലും കാണാം. പക്ഷേ ഫാൻറ്റസിയായിട്ട് മാത്രം ഇരിക്കണം, അതാണ് നിയമം. അതുപോലെ ചിലരുടെ ഉത്തേജന മാർഗം എന്ന് പറഞ്ഞാൽ പോൺ വീഡിയോസ് കാണുന്നതാണ്, ചിലർക്കിത് കേൾക്കുന്നതാണ്, ചിലർക്കാണെങ്കിൽ ഫോണിൽ കൂടി ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ ഇതുപോലെ സംസാരിക്കുന്നതാണ്. അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഉത്തേജന മാർഗമായിട്ട് വരുന്നത്. അപ്പോൾ 10 പേരെ എടുത്താൽ 10 രീതിയിലാണ് ഓരോരുത്തരും ലൈംഗികത എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഓർഗാസം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇജാക്കുലേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പിൽ എന്താണ് സങ്കല്പിക്കുന്നത്, ചിന്തിക്കുന്നത് എന്ന് പോലും അത് യുണീക്കാണ്. അപ്പോൾ ചിലർ പറയാറുണ്ട് ഈ സമയത്ത് പുരുഷൻ ഇച്ചിരി ഹാർഡായിട്ട് പെരുമാറുന്നതാണ് അവർക്ക് ഇഷ്ടമെന്ന്. എന്ന് വെച്ചാൽ ഇച്ചിരി പിടിക്കുമ്പോഴൊക്കെ ഇച്ചിരി ഹാർഡായിട്ട് പിടിക്കുക, എന്ന് വെച്ചാൽ അവരെ ഒത്തിരി അവരോടങ്ങ് വളരെ അവരെ ഇഷ്ടമാണ് എന്ന രീതിയിൽ ഉള്ള ഒരു അഫെക്ഷൻ കാണിക്കുന്ന രീതിയിൽ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ സമയത്ത് ഇഷ്ടമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് പല സ്ത്രീകളും ഒരു വിധേയത്വ ഭാവം കാണിക്കാറുണ്ട്, അതവർ ആസ്വദിക്കുവാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ പുരുഷൻ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിധേയത്വ ഭാവം കൂടുതൽ കാണിക്കുമ്പോൾ പുരുഷൻ ഒരു ഇച്ചിരി ഹാർഡായിട്ട് അവിടെ പെരുമാറുന്നതാണ് അവർക്ക് ഇഷ്ടം. അപ്പോഴാണ് അവർക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്. അതുപോലെ പലർക്കും നല്ല രീതിയിൽ ഓറൽ ചെയ്യുന്നത് വളരെ ഉത്തേജന മാർഗമായിട്ട് പലരും പറയാറുണ്ട്. ചിലർക്ക് അത് തന്നെയാണ് ഒരു ഉത്തേജനം ആയിട്ട് വരുന്നതെന്ന് പോലും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങളുടെ പങ്കാളിയുടെ ഉത്തേജന മാർഗം ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച്, അത് ചിലപ്പോൾ അവർ തുറന്ന് പറയത്തില്ല കേട്ടോ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് അങ്ങ് തുറന്ന് എല്ലാവരും പറയണമെന്നൊന്നുമില്ല. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രീതിയിൽ പെരുമാറുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ലൈംഗികത എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ എനിവേ ഞാൻ നിർത്തുകയാണ്, വീഡിയോയുടെ ലെങ്ത് കൂടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.